ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനം. അദ്ദേഹം നാളെയോടെ ചൈനയിൽ എത്തുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് കരുതാനാകുന്നത്. ഇപ്പോൾ 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു US പ്രസിഡന്റ് ചൈനയിൽ സന്ദർശനം നടത്തുന്നത്. 2017 ട്രംപ് തന്നെയാണ് ഇതിനു മുൻപേ ഒരു ചൈനീസ് സന്ദർശനം ഇതിനു മുൻപേ നടത്തിയിട്ടുള്ളത്. ഈ ചൈനീസ് സന്ദർശനത്തിൽ ഇറാൻ സംഘർഷം ഉൾപ്പെടെ പല സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും ചർച്ചയാകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നത്. വരുന്ന 14-ാം തീയതി, അതായത് വ്യാഴാഴ്ചയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ചൈനയാണ്. ഇറാന് വലിയ രീതിയിൽ സാമ്പത്തിക സഹായം ചൈനയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇറാന് ചൈന പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാനെ ഈ ഒരു സമാധാന കരാറിൽ എത്തിച്ചേരാൻ വേണ്ടി ചൈനയോട് സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. ട്രംപ് അപ്പോൾ അത്തരം നീക്കങ്ങളെല്ലാം കണക്കുകൂട്ടിയാകും ചൈനയിലേക്ക് പോകുന്നത് സുപ്രധാനമായി. മാത്രമല്ല ചൈനയും ട്രംപും US തമ്മിൽ തന്നെ പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ തായ്വാന്റെ പ്രശ്നമുണ്ട്, അതുപോലെ വ്യാപാര പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ ചൈനീസ് സന്ദർശനത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ എന്തായാലും ഒരു പരിഹാരം US-ന്റെയും ഇറാന്റെയും കാര്യത്തിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ ഇറാന്റെ പ്രതികരണം അത് US തള്ളിക്കളഞ്ഞതോടെ ഈ ചർച്ചകൾ അത് വീണ്ടും പ്രതിസന്ധിയിലായിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് US-ന്റെയും ഇറാന്റെയും ഒരു ചർച്ചകൾ നടക്കാനിരുന്നതാണ്. ഇപ്പോൾ അതും നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഈ ചൈനീസ് സന്ദർശനത്തിന് ശേഷം ട്രംപ് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളും അത് നിർണായകം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ ഭീഷണി അത് ഇപ്പോൾ ഓവൽ ഓഫീസിൽ വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഓവൽ ഓഫീസിൽ അദ്ദേഹം ഒരു മെറ്റേണൽ ഹെൽത്ത് കെയർ ഇവന്റിൽ പങ്കെടുക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു ഡോക്ടർമാരുടെ ഭാഷയിലാണ് ട്രംപ് ഇറാന് നേരെ ഒരു ഭീഷണി തൊടുത്തു വിട്ടത് പോലും. അതായത് അദ്ദേഹം പറയുന്നത് ഇറാൻ ഇപ്പോൾ പുതുതായിട്ട് US-ന്റെ നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചത് അവിശ്വസനീയമായ രീതിയിൽ ദുർബലമാണെന്നാണ്. ഇത്തരം ഇറാന്റെ പ്രതികരണം അത് പൂർണ്ണമായി വായിച്ചു തീർക്കാൻ പോലും താൻ തയ്യാറായില്ല. ഇത്തരം വേസ്റ്റുകളൊന്നും വായിച്ച് തൻ്റെ സമയം കളയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ട്രംപ് പറയുന്നു. ട്രംപിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ആണവ വിഷയങ്ങൾ ഇറാൻ സമർപ്പിച്ച ആവശ്യങ്ങളിൽ പറയാത്തതാണ്. അതായത് മറ്റു കാര്യങ്ങളെല്ലാം ഹോർമുസ് വിഷയം ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഇറാൻ പ്രതികരണം അറിയിച്ചിട്ടുണ്ടെങ്കിലും ആണവ വിഷയത്തിൽ അവർ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് എടുത്തിരുന്നില്ല. ട്രംപ് പറയുന്നത് നേരിട്ടുള്ള ചർച്ചകളിലാണെങ്കിലും ടെലഫോൺ വഴിയുള്ള ചർച്ചകളിലാണെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ വഴി മധ്യസ്ഥർ വഴി തന്നിട്ടുള്ള ഒരു സൂചനകളിലാണെങ്കിലും ആണവ വിഷയത്തിൽ ഒരു പരിഹാരം കാണാം എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്.